ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ഡൊണാൾഡ് ട്രംപിന് തീർത്താൽ തീരാത്ത പകയുണ്ട് എന്നാണ് അടുത്തിടെ ഒരു പ്രമുഖ അമേരിക്കൻ മാധ്യമപ്രവർത്തകൻ വെളിപ്പെടുത്തിയത്. ട്രംപിന്റെ ജീവചരിത്രം എഴുതിയ മൈക്കിൾ വോൾഫ് ആയിരുന്നു ആ മാധ്യമപ്രവർത്തകൻ. ആദ്യ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ തൊട്ട് രണ്ടാം ഊഴം വരെയുള്ള ട്രംപിന്റെ ജീവിതമാസ്പദമാക്കി 4 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് വോൾഫ്. ഓൾ ഓർ നത്തിങ് ഹൗ ട്രംപ് റീക്യാപ്ചേർഡ് അമേരിക്കയാണ് അതിൽ ഏറ്റവും പുതിയത്. പുസ്തകം പുറത്തിറങ്ങിയതിന് പിന്നാലെ ഇസ്രായേൽ മാധ്യമം ഹാരറ്റ്സിന് നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹുവിനോടുള്ള ട്രംപിന്റെ വൈരത്തെക്കുറിച്ചും വോൾഫ് വെളിപ്പെടുത്തൽ നടത്തിയത്. 2020 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ജോ ബൈഡനെ അഭിനന്ദിച്ച് രംഗത്തെത്തിയ ആദ്യ ലോക നേതാക്കളിൽ ഒരാളാണ് നെതന്യാഹു. അതുതന്നെയായിരുന്നു ട്രംപിനെ ചൊടിപ്പിച്ച ഏറ്റവും വലിയ വിഷയം. 2020 താൻ തന്നെയായിരിക്കും US പ്രസിഡന്റ് എന്നായിരുന്നു ട്രംപ് ഉറച്ചു വിശ്വസിച്ചിരുന്നത്. എന്നിട്ടും നെതന്യാഹു ബൈഡനെ അഭിനന്ദിച്ചു എന്നതാണ് ട്രംപിന് കലിയായത്. വിചിത്രകരമെന്ന് തോന്നാമെങ്കിലും അങ്ങനെയാണ് ട്രംപ് വിശ്വസിക്കുന്നതെന്നും പറയുന്നുണ്ട് മൈക്കിൾ വോൾഫ്. ഇസ്രായേലിനും നെതന്യാഹുവിനും ഏറ്റവും സംരക്ഷണം നൽകിയ US പ്രസിഡന്റാണ് താനെന്നാണ് ട്രംപ് സ്വയം വിശേഷിപ്പിക്കുന്നത്. ജയിലിൽ പോകാതെ നെതന്യാഹുവിനെ കാത്തതും ഭരണത്തിൽ തുടരാൻ സഹായിച്ചതും താനായിരുന്നു. അത്രയൊക്കെ ചെയ്തിട്ടും തൻ്റെ കാര്യത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെ നന്ദി ഉണ്ടായില്ല, തിരിഞ്ഞു കൊത്തുകയും ചെയ്തു. ബൈഡനാണ് തെരഞ്ഞെടുപ്പ് വിജയിച്ചതെന്ന തരത്തിൽ ആഗോളതലത്തിൽ പൊതുബോധം സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് നെതന്യാഹുവിന്റെ സ്റ്റേറ്റ്മെന്റ് ആണെന്നും ട്രംപ് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് മൈക്കിൾ വോൾഫ് വെളിപ്പെടുത്തുന്നത്. രണ്ടാം ഊഴത്തിൽ വൈറ്റ് ഹൗസിലെത്തി ട്രംപിനെ കാണുന്ന ആദ്യത്തെ ലോക നേതാവാണ് നെതന്യാഹു. ആ കൂടിക്കാഴ്ചയോടെ ട്രംപിന്റെ കലി ഒരു പരിധിവരെ അടങ്ങിയെന്നാണ് വോൾഫ് പറയുന്നത്. അന്ന് വൈറ്റ് ഹൗസിൽ ചെന്ന് ട്രംപിന്റെ കാല് പിടിച്ചാണ് നെതന്യാഹു എല്ലാ പ്രശ്നവും പറഞ്ഞൊതുക്കിയതെന്നും കൂടിക്കാഴ്ചയോടെ ട്രംപിന്റെ രോഷം ഒരു പരിധിവരെ മയപ്പെട്ടുവെന്നെല്ലാം വോൾഫ് ഹാരറ്റ്സിനോട് പറഞ്ഞിരുന്നു. എന്നാൽ ഒക്ടോബർ 7 ആക്രമണത്തിന് ഉത്തരവാദി നെതന്യാഹു ആണെന്നാണ് ട്രംപ് ഇപ്പോഴും വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആ സമയത്ത് താൻ അധികാരത്തിലുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു ആക്രമണം സംഭവിക്കില്ല എന്നാണ് ട്രംപിന്റെ പക്ഷം. ഇനി പുതിയ 2 വാർത്തകളിലേക്ക് വരാം. നെതന്യാഹുവുമായുള്ള ആശയവിനിമയം ട്രംപ് നിർത്തിവെച്ചു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ വിഷയങ്ങളിൽ ഇനി മുതൽ നെതന്യാഹുവുമായും ഇസ്രായേൽ ഭരണകൂടവുമായും ആലോചിക്കില്ല. അമേരിക്ക സ്വന്തം താൽപ്പര്യങ്ങൾ പ്രകാരം തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമെന്നതാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ വാർത്ത. അമേരിക്കയും ഇസ്രായേലും തമ്മിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന കേവല സഖ്യകക്ഷി എന്നതിനപ്പുറമുള്ള ബന്ധത്തിൽ നിർണായകമായ 2 ചൂടുമാറ്റങ്ങളാണ് ഈ പുതിയ വാർത്തകൾ. ഒരു ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി US രാഷ്ട്രത്തലവൻ കമ്മ്യൂണിക്കേഷൻ വിച്ഛേദിക്കുന്നത് അസാധാരണ സംഭവമാണ്. ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല എങ്കിലും ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഔദ്യോഗിക മാധ്യമമായ ഇസ്രായേൽ ആർമി റേഡിയോയിലെ പ്രത്യേക ലേഖകൻ യാനിർ കോസിനാണ് വാർത്ത പുറത്തുവിട്ടത്. നെതന്യാഹുവുമായി നേരിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ ട്രംപ് തീരുമാനിച്ചുവെന്നാണ് ആ വാർത്ത. നെതന്യാഹു തന്നെ സ്വന്തം താൽപ്പര്യങ്ങൾക്കായി ചൂഷണം ചെയ്യുകയും തെറ്റായ നടപടികൾക്കായി സ്വാധീനിക്കുകയും ചെയ്യുന്നുവെന്ന തോന്നലാണ് ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. തന്നെ മറ്റൊരാൾ വിഡ്ഢിയായി ചിത്രീകരിക്കുന്നതും കളിപ്പാവയായി ഉപയോഗിക്കുന്നതുമാണ് ട്രംപ് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എന്നാണ് ഒരു റിപ്പോർട്ട് പറയുന്നത്. ഈ ഒരു കാരണം കൊണ്ടാണ് നെതന്യാഹുവുമായുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെ നിർത്തിവെക്കാൻ തീരുമാനിച്ചതെന്നും ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നുണ്ട്. മെയ് 1 ട്രംപ് അപ്രതീക്ഷിതമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസിനെ പുറത്താക്കുന്നത്. ആ നീക്കത്തിന് പിന്നിലും ഇസ്രായേൽ നീക്കങ്ങളാണെന്നാണ് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ഇടപെടലുകൾ ട്രംപിനെ മറികടന്ന് വാൾസും നെതന്യാഹുവും ചേർന്ന് തീരുമാനിച്ചിരുന്നുവെന്ന തോന്നലാണ് പ്രകോപനം സൃഷ്ടിച്ചത്. നെതന്യാഹു വാൾസിനെ സ്വാധീനിച്ച് താൽപ്പര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നുവെന്ന വിലയിരുത്തലും വൈറ്റ് ഹൗസിലുണ്ട്. വാൾസിനെ ഒരിക്കൽ മാത്രമേ നേരിട്ട് വിളിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് നെതന്യാഹു കൈയൊഴിഞ്ഞെങ്കിലും അത് ട്രംപ് വിശ്വാസത്തിലെടുത്തില്ല എന്ന് തന്നെയാണ് പിന്നീടുള്ള നടപടികൾ വ്യക്തമാക്കുന്നത്. മെയ് 6 ഇസ്രായേലിനെ ഞെട്ടിച്ച് അമേരിക്ക ഹൂത്തികളുമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത്. യമനിലെ ഏറ്റവും വലിയ വിമാനത്താവളത്തിൽ ഇസ്രായേൽ വൻ ആക്രമണം നടത്തിയ ദിവസം കൂടിയായിരുന്നു അത്. എന്നാൽ നെതന്യാഹു ഭരണകൂടത്തിന് ഒരു സൂചനയും നൽകാതെയായിരുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ പ്രഖ്യാപനം. അതെല്ലാം നെതന്യാഹുവിനോടുള്ള ട്രംപിന്റെ നീരസത്തിന്റെ സൂചനകളായാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്.